ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്ലീറ്റഡ് നൈറ്റിയാണ്. അത് യോക്ക് പോർഷനിൽ 3 പീസ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലീറ്റഡ് നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ചെസ്റ്റ് സൈസ് ഒരു 36 തൊട്ട് 38 ഇഞ്ച് വരെയൊക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഒരു പരുവാണ്. അതിനായിട്ട് ഞാനിതൊരു നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടിരിക്കുന്നത്. നൈറ്റി മെറ്റീരിയൽ ഇങ്ങനെ 3 മീറ്റർ വരുന്ന പീസാണല്ലോ വാങ്ങാൻ കിട്ടുന്നത്. അത് ഞാൻ ഇങ്ങനെ നമ്മൾക്ക് വരുന്നു. അതിൻ്റെ വീതി വശം കൊണ്ട് നേരെ നടുക്ക് ഇങ്ങനെ മടക്കി തന്നെയാണ് നൈറ്റി മെറ്റീരിയൽ വരുന്നത്. അത് നേരെ മടക്കി ഇങ്ങനെ ഒന്ന് ഇട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മെറ്റീരിയൽ ഫോൾഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ലെങ്ത് വൈസിൽ ആദ്യം ഒന്ന് നേരെ മടക്കി അതിന് ശേഷം വിഡ്ത്ത് വൈസിലും ഒന്ന് മടക്കി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 4 ലെയർ പീസ് വന്നിരിക്കുന്നു. ഈ വശം ഫോൾഡഡുമാണ്, ഈ വശം ഓപ്പൺ പീസുകളുമാണ് ആയിട്ടിരിക്കുന്നത്. ഈ ഫോൾഡഡ് വശത്താണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നു, ഇങ്ങേ വശത്ത് സ്ലീവും അങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യോക്ക് പോർഷനിലുള്ള മാർക്കിങ്ങുകൾ ചെയ്യാം. യോക്ക് പോർഷനിലാണ് ആദ്യം മാർക്കിങ് ചെയ്തത്, ബാക്കി നമ്മൾ താഴോട്ടുള്ള പ്ലീറ്റ്സ് ഉള്ള പോർഷനുമാണ് വരുന്നത്. അപ്പോൾ യോക്ക് പോർഷനിലെ ഫസ്റ്റ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോൾഡഡ് വശത്താണ് മാർക്കിങ് ചെയ്യുന്നത്. അതായത് നെക്കിൻ്റെ വശത്ത് ഒരു 10 ഇഞ്ച് ഇത് ഒരുമാതിരി ഒരു 38 ഇഞ്ചോളം വണ്ണം വരുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു 10 ഇഞ്ച് തൊട്ട് 10 ഇഞ്ച് വേണമെന്നില്ല. 10 ഇഞ്ചൊക്കെ ഹൈറ്റ് കുറഞ്ഞവർക്ക് 9.5 ഇഞ്ച് തൊട്ട് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിതൊരു 10 ഇഞ്ചാണ് അപ്പോൾ ഇതൊരു 10 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു 10 ഇഞ്ച് ഇറക്കം കിട്ടും. ആ ഒരു രീതിയിലാണ് ഞാനിത് മാർക്ക് ചെയ്തത്. അതായത് നമ്മൾ സാധാരണ ഇതിൻ്റെ പ്ലീറ്റ്സ് തുടങ്ങുന്ന ആ ഒരു പോർഷനിലെ ഇറക്കമാണ്, അതായത് യോക്ക് പോർഷൻ്റെ ഇറക്കമാണ് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത്. യോക്ക് പോർഷൻ എത്ര വേണോ നമ്മുടെ ആ ഒരു രീതിക്കനുസരിച്ച് 10, 10 9 എങ്ങനെയാണെന്ന് വെച്ച് എടുക്കാം. യോക്ക് കയറി മതിയെങ്കിൽ 9 ആണെങ്കിലും എടുത്താൽ മതി. ഞാനിത് 10 എടുത്തിരിക്കുന്നത്. ശേഷം ഇനി വരുന്ന മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മാർക്കിങ്ങുകൾ ചെയ്യുവാണ്. ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് ഒരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു, കാണാമല്ലോ അല്ലേ? 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ശേഷം ഞാനൊരു 7.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത ശേഷം 7.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. 7 ഇഞ്ചൊക്കെ ചെയ്താലും മതി. പക്ഷേ ഞാനിവിടെ നമുക്ക് ഒരു കട്ടിങ് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി കുറയുന്നത് കൊണ്ടാണ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. 3 പീസ് ആകുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് വരുമല്ലോ, അതുകൊണ്ടാണ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ ചെസ്റ്റിൻ്റെ വണ്ണം 38 ഞാൻ പറഞ്ഞു. 38 ഇഞ്ച് വണ്ണം ഉള്ളവർക്ക് അതിനെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഒരു 9.5 ഇഞ്ചാണല്ലോ. 38 നമ്മുടെ ചെസ്റ്റ് വണ്ണം 9.5 ഇഞ്ചാണ് വരുന്നത്. ആ 9.5 ഇഞ്ചിൻ്റെ കൂടെ ഞാനൊരു 1 ഇഞ്ച് ലൂസ് കൂട്ടുന്നു. നൈറ്റ് ലൂസായിട്ട് കിടക്കുന്നതാണല്ലോ. 9.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 10.5 ഇഞ്ചാകുന്നു. അതിൻ്റെ കൂടെ ഒരു തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടെ ഇടുമ്പോൾ 11.5 ഇഞ്ച്. ഞാനത് ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെയാണ് അതൊന്ന് ആദ്യം മാർക്ക് ചെയ്യുന്നത്. അത് പിന്നെ ഞാനത് എന്തിനാണ് അങ്ങനെ മാർക്ക് ചെയ്തതെന്ന് കാണിക്കാം. ഷോൾഡറിൻ്റെ അവിടെയാണ് ഞാൻ ആ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത് 11.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ശേഷം ഇനിയുള്ള അടുത്ത മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഇത്രയുള്ള ബോർഡറുകളിലെ മാർക്കിംഗ് ആണ് ചെയ്തത്. നമ്മുടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച്, ഷോൾഡർ 7.5 ഇഞ്ച്, നമ്മുടെ ചെസ്റ്റ് വണ്ണം ഞാൻ ഇവിടെയാണ് മാർക്ക് ചെയ്തത്. അതായത് ലൂസും എല്ലാം കൂടെ കൂട്ടി 11.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ യോക്കിൻ്റെ ഇവിടെ 10 ഇഞ്ച് യോക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇങ്ങേറ്റത്ത് നമ്മുടെ ഈ ടിപ്പിൽ ഇവിടെ 10 ഇഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ അതിനേക്കുള്ള 1 ഇഞ്ച് കൂടെ കൂട്ടി ഒരു 11 ഇഞ്ച് എവിടെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുന്നു. 11 ഇഞ്ചിലേക്ക് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടു. അപ്പോൾ ഇത്രയും ഈ ബോർഡറുകളിലെ മാർക്കിംഗ് ആണ് ചെയ്തത്. ഇനി ഇത് ഓരോന്നും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് വിശദമായിട്ട് ഞാൻ കാണിക്കാം. ഇനി അടുത്ത മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്ക് ലെങ്ത് 5.5 6 ഇഞ്ചൊക്കെ ആണ് സാധാരണ എടുക്കേണ്ടത്. ഇത്രയും വണ്ണമൊക്കെ ഉള്ളവരൊക്കെ ഒരു 6 ഇഞ്ചൊക്കെ എടുത്താലും വലിയ കുഴപ്പമില്ല. ഞാനൊരു 6 ഇഞ്ച് നെക്ക് ലെങ്ത് എടുക്കുന്നു. നെക്ക് ലെങ്ത് ഇവിടേക്ക് ഇതൊന്ന് കൂട്ടി വരയ്ക്കുകയാണ്. 3 ഇഞ്ച് തന്നെയാണോ ഇവിടെ നിന്നുള്ളതെന്നൊന്ന് നോക്കി ഇത് ഞാനൊന്ന് കൂട്ടി വരച്ചതിന് ശേഷം മുകളിലത്തെയും കൂടെ ചേർത്ത് ഞാനൊരു ചതുര ഷേപ്പിൽ ആക്കി വിടുകയാണ്. ഇങ്ങനെ ചതുരം വരച്ച് നമുക്ക് ചതുര നെക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. പക്ഷേ ഞാനൊരു സ്വല്പം കൂടെ നെക്കിനൊരു വേറൊരു ഡിസൈനായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് കൂടെ കയറ്റി മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കുകയാണ്. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ നെക്ക് എടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത ശേഷം പെയ്യെ ഒന്ന് ചായച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ ഒരു രീതിയിലാണ് ഇവിടെ എടുക്കുന്ന നെക്ക്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡർ എടുത്തത് 7.5 ഇഞ്ചായിരുന്നു. 7.5 ഇഞ്ച് ഷോൾഡർ 7.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. 7.5 ഇഞ്ച് ഷോൾഡർ കൊടുത്ത ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് കൂടെ കൂടുതൽ ഞാൻ ഇവിടെ താഴേക്ക് മാർക്ക് ചെയ്യുകയാണ്. 8 ഇഞ്ചാണ് ഷോൾഡറിനേക്കാളും
എടുത്തതിനേക്കാളും 1/2 ഇഞ്ച് കൂടെ കൂടുതൽ 8 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് നമ്മളുടെ കൈക്കുഴിയുടെ ആദ്യ ഘട്ടമാണ്. കൈക്കുഴി 8 ഇഞ്ച് മാർക്ക് ചെയ്തു. 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ഇനി രണ്ടാമത്തെ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഞാനൊരു താഴേക്ക് ഇവിടെ എടുത്ത കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറഞ്ഞാൽ 8 ഇഞ്ചാണെങ്കിൽ ഇവിടെ അതിനേക്കാളും 1 ഇഞ്ച് കൂടെ കൂടുതൽ ഇറക്കത്തിൽ ഞാനൊരു 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അത് നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു വളച്ച് വെട്ടൽ വരുന്നതിൻ്റെ ഭാഗമാണ് അവിടെ മാർക്ക് ചെയ്തത്. അതിനായിട്ടാണ് ഞാൻ ചെസ്റ്റ് വണ്ണം ഇവിടെ മാർക്ക് ചെയ്തത്. കാരണം അവിടെ നിന്നായിരുന്നു നമ്മൾ 1 ഇഞ്ച് കൂടെ കൂടുതൽ, അതായത് 9 ഇഞ്ചായിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഇത് ഇത്രയും മാർക്ക് ചെയ്തു. ഇതൊന്ന് ഞാൻ കൂട്ടി വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റുകളൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചു. ഇത് താഴേക്ക് കൂട്ടി യോജിപ്പിക്കുകയാണ്. അത് ശേഷം ഈ പോയിന്റുകൾ തമ്മിൽ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നു. ഇത്രയും ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇതിപ്പോൾ നമ്മളുടെ സ്ലീവാണ് വരുന്നത്. സ്ലീവിൻ്റെ ആദ്യത്തെ പോർഷൻ ഇവിടെ ഇങ്ങനെ വരുന്നു. ഞാനൊരു നൈറ്റി എടുത്ത് കാണിക്കാം. നൈറ്റിയിൽ നമുക്ക് കണ്ടില്ലേ, നൈറ്റിയുടെ കൈ എപ്പോഴും സ്ലീവ് വരുന്നത് സ്ട്രെയിറ്റ് ഒരു കട്ടിങ് കഴിഞ്ഞ് പിന്നെ ഇങ്ങനൊരു ചെരിഞ്ഞ കട്ടിങ്ങാണ് വരുന്നത്. പിന്നെ കൈയുടെ വണ്ണം ആ ഒരു പോർഷനാണ് ഇങ്ങനെ വന്നു. ആ ചരിഞ്ഞ വണ്ണം ഇതാണ് നമ്മളിപ്പോൾ എടുത്ത് വയ്ക്കുന്നത്. ഇനിയിപ്പം നമ്മളുടെ കൈ വണ്ണമാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. കൈവണ്ണം ഞാനൊരു 7.5 ഇഞ്ചോളം ഞാൻ കൈവണ്ണം കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് എല്ലാം കൂടെ കൂട്ടി 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ആ തുമ്പിലേക്കാണ് മാർക്ക് ചെയ്ത് അതുമായിട്ടൊന്ന് കൂട്ടി വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത്രയുമാണ് സ്ലീവിൻ. ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ ഈ ഉള്ള ലെങ്ത് ഇടുകയാണ്. മടക്കി അടിച്ച് കഴിയുമ്പോൾ 9 ഈ നൈറ്റി മെറ്റീരിയൽക്കൊക്കെ ഇത്രയൊക്കെ ഇതിൽ കൂടുതലൊന്നും സ്ലീവിന് ലെങ്ത് കിട്ടില്ല. 9 ഇഞ്ചാണ്. അത് മടക്കി അടിച്ച് കഴിയുമ്പോൾ 8 ഇഞ്ചോളം നമുക്ക് ലെങ്ത് കിട്ടും. ആ ലെങ്തിലാണ് ഞാൻ സ്ലീവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവായിട്ട് വരുന്നത്. ഈ ഒരു നടുക്കത്തെ വര ഞാനിത് ഈ ഒരു മാർക്കിങ്ങിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അതിന് വേറൊരു പ്രയോജനമില്ല. അങ്ങനെയൊന്ന് മാർക്ക് ചെയ്തേക്കാണ്. ഇനി നമ്മുടെ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ യോക്കിൻ്റെ ലെങ്ത് എഴുതിയേ, ഈ യോക്കിൻ്റെ ലെങ്ത് ഇവിടുത്തെ ഈ പോയിന്റ് നമ്മുടെ സ്ലീവിൻ്റെ ഏറ്റവും ഇറക്കമുള്ള ഈ ഒരു പോർഷനുമായിട്ട് കൂട്ടി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഞാൻ ഒന്ന് കൂട്ടി മാർക്ക് ചെയ്യുകയാണ്. ഇത്രയും മാർക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇവിടം തൊട്ട് ഇവിടെ വരെ വരുന്ന ഈ ഒരു ഭാഗം നമ്മുടെ താഴ്ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാനുള്ള പോയിന്റാണ് ഇവിടം തൊട്ട് ഇവിടെ ആയിട്ട് വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്ലീവ് വെട്ടി കഴിയുമ്പോൾ നമുക്ക് അവിടെ വെച്ച് നോക്കിയിട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചരിച്ച് വെട്ടാം. അപ്പോൾ ഞാൻ ഈ സ്ലീവ് ഒന്ന് വെട്ടിയെടുക്കുകയാണ്. സ്ലീവ് ഞാൻ ഇവിടെ നിന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്ലീവ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ യോക്ക് ഭാഗത്ത് ഞാൻ സ്ലീവ് പിടിപ്പിക്കുന്ന ആ ഒരു സ്ലീവ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ സ്ലീവ് ഇങ്ങനെ പിടിപ്പിച്ചു. പിന്നെ ഇവിടെ ഞുറുമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി ഇങ്ങനെ വന്ന് ഞാൻ ഈ സ്ലീവിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് പിടിപ്പിക്കേണ്ട ഭാഗമാണ് ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുന്ന അളവ്. അപ്പോൾ ആ അളവിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇത്ര ഈ ഒരു നീളത്തിൽ ഇത് പിടിപ്പിക്കാനുള്ള ഒരു അളവ് കിട്ടും. അതൊന്ന് ഇങ്ങനൊന്ന് മാർക്ക് ചെയ്യണം. എത്രയും നീളം വേണ്ടി വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ആ സ്ലീവ് വെച്ച് തന്നെ ഞാനത് മാർക്ക് ചെയ്ത്. അങ്ങനെ മാർക്ക് ചെയ്ത ശേഷം ഇവിടെ ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് വിടുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് താഴത്തെ പോർഷന് കട്ട് ചെയ്ത് മാറ്റാം. കാരണം താഴത്തെ കട്ടിങ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പ്ലീറ്റ്സ് ഇടുന്ന പ്ലീറ്റ്സ് ഇടുന്ന തിരിച്ചറിയാൻ വേണ്ടി അതിൻ്റെ സെൻറ്റർ ഭാഗം അറിയാൻ ഇതിൻ്റെ ഒന്ന് ഞാനിങ്ങനെ ഒരു നോച്ച് കൂടെ കൊടുത്തു. അപ്പോൾ താഴ്ഭാഗം നമുക്ക് മാറ്റിയേക്കാം. താഴ്വശം ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ബാക്കി സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതുമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ നൈറ്റിയുടെ സ്ലീവ് വരുന്നത്. അപ്പോൾ താഴ്ഭാഗം ഞാൻ മടക്കി മാറ്റുകയാണ്. ഇനി യോക്കിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ കാണിക്കാം. യോക്കിന് നമ്മൾ 3 പ്ലീറ്റ്സ് ആണ് ഇടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പോർഷനിലേക്കാണ് നമ്മുടെ സ്ലീവ് നമ്മൾ ഇങ്ങനെ വെച്ച് അറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ
സ്ലീവിൻ്റെ ഇത്രയും വരുന്നു. ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വിടാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഷോൾഡർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു അടിപ്പ് വരുമ്പോൾ ഷോൾഡറിന് ഒരു 1/2 ഇഞ്ച് കുറവ് വരും. പക്ഷേ നമുക്ക് ഈ ഒരു കൈക്ക് ഇങ്ങനെ മുകളിൽ കൂടെ അടിപ്പ് വരുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് അനുസരിച്ച് ഒരു സ്വല്പം ഇട്ടതിന് ശേഷം ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ നമ്മളൊരു ഇത്രയും കൂടെ താഴെ, അപ്പം കൈക്കുഴിക്ക് കുറവ് വരുന്നുണ്ട് ഈ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് വരുമ്പോൾ. അപ്പോൾ അതെവിടെയാണെന്നൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരെ നമുക്ക് ഈ കൈക്കുഴിക്ക് ഇറക്കം ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും താഴേക്ക് ഇത് കൈക്കുഴി ഇറക്കി ഒന്ന് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ വളച്ചെടുക്കാം. അപ്പോഴും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ 3 പീസിൻ്റെ കട്ടിങ് ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കട്ടിങ് ആദ്യം ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് അല്ല എങ്കിൽ നമ്മൾ 3 പീസിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത്രയും ഈ കൈക്കുഴി വരവുന്ന അത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ശേഷം ഞാൻ ഈ മണ്ടപ്പശവും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വിടുകയാണ്. 3 പീസ് നമുക്ക് ഫ്രണ്ടിൽ മാത്രം വെട്ടിയാൽ മതിയല്ലോ, ബാക്കിൽ 3 പീസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഒന്ന് ഇങ്ങനെ വളച്ചൊന്ന് വെട്ടുകയാണ്. ഇങ്ങനെ ഒന്ന് വളച്ച് നമ്മുടെ ഈ വരുന്ന അളവിലേക്ക് ഇങ്ങനെ ഒന്ന് വെട്ടി. അപ്പോൾ ഫ്രണ്ടും ബാക്കിൻ്റെ ഇത് ഒരേ ഇത് വന്നു. ഇപ്പോൾ ബാക്കി നെക്കിനും കൂടി നമ്മളൊന്ന് ബാക്കി നെക്കിൻ്റെ വിട്ട് സെയിം തന്നെയാണല്ലോ, ലെങ്ത് മാത്രമല്ലേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ വിട്ടൊന്ന് ഇതിലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അത് മാറ്റിയിട്ട് വേണം ഇത് നമ്മുടെ 3 പീസ് വെട്ടാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ വിട്ട് ഞാൻ ബാക്കിലത്തേതിലും ഒന്ന് സെയിം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കിലത്തേതിലും 3 ഇഞ്ചായിട്ടൊന്ന് മാർക്ക് ചെയ്തു. ശേഷം ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു സ്ട്രെയിറ്റ് വരവ് താഴോട്ട് വന്നല്ലോ, ബാക്കിലത്തെ നെക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ടും കൂടെ കട്ട് ചെയ്തിടാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലത്തെ മാറ്റുകയാണ്. ഈ നെക്കിൽ ലെങ്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ താഴേക്കൊന്ന് മാർക്ക് ചെയ്യുക. അതായത് ഇവിടെയാണ് നെക്ക് ലെങ്ത് താഴെ വരുന്നത്. ഇതിൽ നിന്ന് ഒരു 1.5 ഇഞ്ചോളം ഇപ്പുറത്തേക്ക് മാറ്റിയാണ് നമ്മുടെ വളച്ച് വെട്ടിൻ്റെ വരുന്നത്. 1.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റി വരുന്നു. ഈ 1.5 ഇഞ്ച് മാറ്റി വരുന്ന ഇവിടെ നമ്മളുടെ ഇവിടുത്തെ ഈ അകലം ഒരേ രീതിയിൽ വന്നു കഴിഞ്ഞാലേ ഒരു ഭംഗിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വരെയുള്ള അകലം അളന്ന് നോക്കുമ്പോൾ 4.5 ഇഞ്ചാണ് വരുന്നത്. ഈ 4.5 ഇഞ്ച് ഞാൻ ഇവിടെ ഒരേപോലെ നമ്മുടെ ഈ നെക്കിൻ്റെ ഇറക്കത്തിൽ നിന്ന് ഒരേപോലെ 4.5 ഇഞ്ച് എല്ലായിടത്തും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇവിടെ വരുമ്പോൾ നമ്മൾ വളച്ചാകുമ്പോൾ കയറി വരും. ഇവിടെയാണ് 4.5 ഇഞ്ച് വരുന്നത്. ഇങ്ങി തുമ്പ് വരുമ്പോൾ 4.5 ഇഞ്ച് ഇത്രയും കയറിയാണ് 4.5 ഇഞ്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് നമ്മുടെ എടുത്ത് വെട്ടായിട്ട് നോക്കുമ്പോൾ ഇത്രയോളം കയറിയാണ് വരുന്നത് ഈ ഒരു പീസ്. ഇനി ഇവിടെ നിന്നും ഞാൻ ഇങ്ങനെ ഒന്ന് വളച്ച് ഡിസൈൻ കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഈ സെയിം ലെങ്തിലേക്ക് തന്നെ, ഈ ഒരു ഇറക്കത്തിലേക്ക് തന്നെ ഇങ്ങനെ പെയ്യെ ഞാൻ കൊണ്ടുപോയി ഒന്ന് ചേർത്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വെട്ടി വിട്ട് കഴിയുമ്പോൾ നമ്മുടെ 3 പീസിനൊരു ഭംഗി വരും. അപ്പോൾ അത്രയും കയറ്റി വെട്ടി ഞാനപ്പോൾ ഫ്രണ്ടിലെ ബാക്കിലെ ഒരേപോലെ ഇരിക്കാനും വേണ്ടിയിട്ട്, ഒരേ ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ ബാക്കി വശത്തു കൂടി അത്രയൊന്ന് എടുത്ത് വെട്ടുവാണ്. ഇത് ആ ബാക്കിൽ നമ്മുടെ ആ കയറ്റമുള്ളത് ഞാനൊന്ന് എടുത്തു. അപ്പോൾ 2 വശവും ഇവിടെ നല്ലതായിട്ട് വളഞ്ഞ് നല്ല കയറി വരും. അതിന് വേണ്ടിയാണ് ഈ ബാക്കി വശം ഞാൻ അത്രയൊന്നും ചെയ്തു. ശേഷം ഫ്രണ്ടിലത്തെ ബാക്കിലെ നെക്കൂടെ ഒരു 3 ഇഞ്ച് ബാക്കിലേക്ക് കൊടുക്കുകയാണ്. 3 ഇഞ്ച് എടുക്കുന്നു. അത് 3 ഇഞ്ചൊന്ന് വളച്ച് വെട്ടുകയാണ്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3rd പീസ് ഒന്ന് എടുത്ത് വെട്ടി കാണിക്കാം നിങ്ങൾ. ഫ്രണ്ട് നെക്ക് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇത്രയും വന്നു.
പീസായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിലെ 3 പീസുകൾ വരുന്നത്. തേർഡ് പീസ് ഇതാണ്. ഈ 3 പീസുകൾക്കും നമ്മൾ ഒരു ക്ലോത്ത് കൂടെ നമ്മളുടെ നൈറ്റി മെറ്റീരിയലിൽ നിന്ന് അതിനുള്ള ക്ലോത്ത് കിട്ടത്തില്ല. വേറെ എക്സ്ട്രാ ഒരു ലൈനിങ് ആയിട്ട് അകത്തൊരു ക്ലോത്ത് വെച്ച് തയ്ക്കുന്നതാണ് നല്ലത്. അതാണ് നൈറ്റിക്ക് ഈട് നിൽക്കുകയോ ഒരു ബലത്തിൽ നിൽക്കുകയോ ചെയ്ത് ഇതൊക്കെ നല്ല ഭംഗിക്ക് നിൽക്കണമെങ്കിൽ ഇത് വേണമെങ്കിൽ വേറൊരു പീസ് കളറിൽ വെച്ച് തയ്ക്കാം. ഞാൻ അതിനായിട്ട് ഈ നിറത്തിലൊരു മെറ്റീരിയൽ ആണ് ഇതിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി പ്രത്യേകിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ വെച്ച് ഇതേപോലെ അങ്ങ് വെച്ച് അടിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കഴിയുമ്പോൾ ഇപ്രാവശ്യം എന്നിട്ട് കട്ട് ചെയ്ത് അടിച്ച ശേഷം കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ വരുന്നു. ഇനി അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ ഒരു സ്വല്പം ഇങ്ങനെ കയറി വരുമല്ലോ. തയ്ച്ച് കഴിയുമ്പോൾ നമ്മളിത് പൈപ്പിങ്ങോ എന്തെങ്കിലും വെച്ച് തയ്ക്കേണ്ടി വരും ഈ വളമുള്ള ഭാഗത്ത്. അപ്പോൾ ഇതൊരു സ്വല്പം ഇങ്ങനെ കയറി വരും. അപ്പോൾ ആ കയറി വരുന്നത് എത്രയാണ് കയറി വരുന്നതെന്ന് ബാക്കി പീസ് വെച്ചൊന്ന് നോക്കുക. വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ആ ബാക്കി പീസിൽ എക്സ്ട്രാ ഉള്ള ഷോൾഡർ നമ്മൾ കട്ട് ചെയ്തിടുക. അത്രയും കൂടെ ചെയ്താൽ അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു 3 പീസും ഇതിങ്ങനെ വെക്കുന്നു. ബാക്കി പീസിലെ നെക്കും കൂടെ വെട്ടുകയാണ്. ബാക്കി പീസ് നെക്ക് നമ്മൾ റൗണ്ട് സാധാ ഇതാണ് വെട്ടുന്നത്. അത് വെട്ടി ഇപ്പോൾ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് സ്ലീവായി ഫ്രണ്ട് 3 പീസായി ബാക്കുമായി അതുപോലെ തന്നെ താഴത്തെ പോർഷനിലേക്കുള്ളതായി. ഇങ്ങനെ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി സ്റ്റിച്ചിങ്ങിലാണ് വരുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ പോർഷനിൽ ഞാൻ ആദ്യം നമ്മുടെ 3 പീസ് ഫ്രണ്ടിലത്തെ 3 പീസുകൾ ഞാൻ പറഞ്ഞില്ല ഒരു ലൈനിങ് കൂടെ വന്നാലാണ് ഒരു ബലം വരുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ക്രീം കളറിൽ ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് ഇത് രണ്ടും ഇങ്ങനെ അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ ഷേപ്പിൽ തന്നെ ഞങ്ങൾ വെട്ടിയെടുക്കുകയാണ്. ആ തേർഡ് പീസ് ഇല്ലാത്ത ഫ്രണ്ടിൽ വരുന്ന പീസ് അത് ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ സെൻറ്ററിൽ വരുത്തുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ വെച്ച് ഈ ഒരു മെറ്റീരിയൽ വെച്ച് മറിച്ചടിക്കാനാണ്. അപ്പോൾ മറിച്ചടിക്കുകയായതുകൊണ്ട് ഈ ഒരു വശത്ത് നമുക്ക് പൈപ്പിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതപ്പോൾ നല്ല വശം അകത്തേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് മറിച്ചടിക്കുകയാണ്. ഈ വശം ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇതിലേക്ക് ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം മുട്ടിച്ചിടാം. ഇപ്പോൾ നമ്മളൊന്ന് പതിച്ചടിച്ചിട്ടുണ്ട്. പതിച്ചടിച്ച ശേഷം ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ഈ സൈഡ് വശം കൂടെ അടിച്ചിട്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. തേർഡ് പീസ് ഇങ്ങനെയാണ് തയ്ച്ച് കഴിയുമ്പം വരുന്നത്. നമുക്ക് ഈ വശമാണ് നല്ല വശമായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇങ്ങനെ വയ്ക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ മേളിലൊരു പൈപ്പിങ് വരുമെങ്കിൽ അതാണ് ഭംഗി. ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇനിയിപ്പോൾ ഈ ക്രോസ് പീസുകൾ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഈ മെറ്റീരിയൽ കൊണ്ട് തന്നെ ക്രോസ് പീസ് വെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ക്രോസ് പീസ് കൊണ്ട് ഞാൻ ഇതിന് സൈഡ് വശം ഒന്ന് അടിച്ചു വിടുകയാണ്. അപ്പോൾ പിന്നെ നെക്ക് പ്രത്യേകിച്ച് അടിക്കേണ്ടി വരികയില്ല. വേണമെങ്കിൽ ഈ ലൈനിങ് മെറ്റീരിയൽ മറിച്ചടിച്ചാലും മതി. അപ്പോൾ കഴുത്തിനൊരു ബലം വരികയില്ല. അത് കഴുത്തിനൊരു ബലം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈപ്പിങ് വെച്ചടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 പീസും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ വെച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഫ്രണ്ട് വശം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഷോൾഡർ 2 ബാക്കിലും ഞാനൊരു പൈപ്പിംഗ് ആയിരുന്നു വെച്ചത്. ശേഷം ഷോൾഡറോടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്ലീവാണ്. സ്ലീവിന് ഇതല്ല ഇത്ര ഈ സ്ട്രൈറ്റ് പോർഷനിൽ സ്ലീവിനും നമുക്ക് അതേപോലെ തന്നെ സ്ട്രൈറ്റ് പോർഷൻ നമ്മൾ വെട്ടിയിട്ടുണ്ടല്ലോ. ആ സ്ട്രൈറ്റ് പോർഷന് വെച്ച് അങ്ങ് അടിച്ചാൽ മതി. സ്ട്രൈറ്റ് പോർഷനൂടെ ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. ലേസാണ് ഫ്ലവറിൻ്റെ ലേസ് അറ്റാച്ച് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴത്തെ പോർഷൻ അറ്റാച്ച് ചെയ്യുന്നതാണ്. താഴത്തെ പോർഷൻ അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ സെൻറ്റർ ഭാഗം മനസ്സിലാക്കാനായിട്ട് ഇവിടെ നോച്ചിട്ട് വെച്ചിരുന്നു. അപ്പോൾ നമ്മളത് സെൻറ്ററിൽ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടെയാണ്. ഈ സെൻറ്റർ ഭാഗത്ത് ഈ നോച്ച് വരുന്ന പോലെ വെച്ചുകൊണ്ട് രണ്ട് വശത്തേക്കും ചെറിയ പ്ലീറ്റുകളിട്ട് ഇവിടെ ഈ പ്ലീറ്റുകളിട്ട് ഈ ഒരു ഭാഗം വരെ
കൊണ്ട് യോജിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ തിരിച്ചാണ് വയ്ക്കുക. തിരിച്ച് വെച്ചാൽ നേരെയാക്കുമ്പോൾ ശരിക്കും ആവുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ച് വെച്ച് സെൻറ്ററിൽ നിന്ന് പ്ലീറ്റ്സുകൾ ഇട്ടിട്ട് പോവുകയാണ്. അല്ല എങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് നേരെ ഇങ്ങനെ വെച്ച് വയ്ക്കാതെ നമുക്ക് എത്ര പ്ലീറ്റ്സ് കിട്ടുമെന്നൊന്ന് തുണി വെച്ച് നോക്കിയ ശേഷം പ്ലീറ്റ്സ് ഇട്ട് പോയാലും മതി. ഞാനിത് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ പ്ലീറ്റ്സുകളോ വലിയ 2-3 പ്ലീറ്റ്സുകളായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാവുന്നതാണ്. ഞാനിവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ അകത്തിയിട്ടാണ് കൊടുക്കുന്നത്. പ്ലീറ്റ്സ് ഇട്ടിട്ട് പോവുകയാണ്. നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടെ അറ്റാച്ച് ആകുന്ന നമ്മൾ ചരിച്ച് കെട്ടിങ് അവിടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. ബാക്കിയുള്ള പോർഷൻ ഇങ്ങനെ ഇത്രയും കൂടെ വെച്ച് നോക്കി ബാക്കി പോർഷനുകൾ മുഴുവൻ നമുക്ക് പ്ലീറ്റ്സുകൾ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഇതേപോലെ തയ്ച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് പിടിച്ച് ഒന്നുകൂടെ അടിച്ച് പോകുമ്പോൾ ഒരു ചൂടാവും. ഇനി അങ്ങനെ വശത്തേക്കൂടെ അപ്പം നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് വെച്ച് ഫുള്ള് തയ്ച്ച് കഴിയുകയാണ്. നല്ലതായിട്ട് ഞുറുവൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഞുറു ഇടാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ സൈഡൊന്നും ഒട്ടും വെട്ടി കളഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെഡിമെയ്ഡൊക്കെ മേടിച്ചാൽ ഇത്രയും ഞുറുകളൊക്കെ കിട്ടാൻ പ്രയാസമാണ്. അഥവാ അത്രയുള്ള ഞുറുവൊക്കെ കിട്ടണമെങ്കിൽ 500 രൂപയിലൊക്കെ മുകളിൽ വരും ഒരു നൈറ്റി അതുപോലെ മേടിക്കണമെങ്കിൽ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കി വശം കൂടെ ഒന്ന് ഞുറുവിട്ട് എടുക്കാം. ബാക്കി വശം തയ്ച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ സ്ലീവ് തൊട്ട് അങ്ങ് താഴെ വരെ സൈഡ് അറ്റാച്ച് ചെയ്യുന്നതാണ്. സൈഡ് നമ്മളുടെ കൈയുടെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു വണ്ണത്തിൽ താഴെ വരെ അങ്ങ് അടിച്ച് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ നൈറ്റി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.